ശബരിമലയിലെ തന്ത്രിക്കള്ളനായിട്ടുള്ള കണ്ഠരർ രാജീവരെ ദേവസ്വം ബോർഡിന്റെ തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കെ.എസ്. രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, മുൻ കോൺഗ്രസുകാരനും ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്ന കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ തന്ത്രിക്ക് ഒരു സെക്കൻഡ് പോലും ഇനി ശബരിമലയിൽ തുടരാനാകില്ല. മനീതി സംഘം ചെയ്തതിനേക്കാൾ വലിയ അശുദ്ധി ശബരിമല ക്ഷേത്രത്തിൽ തന്ത്രി കണ്ഠരർ രാജീവരർ വരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ വീണ്ടും തന്ത്രി സ്ഥാനത്ത് നിയോഗിക്കുകയാണെങ്കിൽ പുത്രഹത്യയ്ക്ക് കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്പേര് കൂടി രാജീവർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് നിയമനം നൽകിയ ദേവസ്വം ബോർഡ് തന്നെ അദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബി.ജെ.പി. നേതാവിൽ നിന്ന് വന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തന്ത്രി കുടുംബം, ആ കുടുംബത്തെ ശബരിമലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ബി.ജെ.പി. ഉപാധ്യക്ഷൻ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്കകത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടു തരം അഭിപ്രായമുണ്ടെന്ന് കൃത്യമായി തുറന്നു കാട്ടപ്പെടുകയാണ്. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ് ദേ ഇങ്ങനെയാണ്: താഴമൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണം. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തന്മാർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെയില്ല. ശബരിമലയിൽ ആചാരലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാരണം മനീതി സംഘം ചെയ്ത അശുദ്ധി പരിഹാരക്രിയ ചെയ്ത് ശുദ്ധമാക്കാൻ കഴിയും. മോഹനര് തന്ത്രിയെ വേശിപ്പുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ട് ധർമ്മശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചാര്യ ഭാവ പ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയെയാണ് വേശിപ്പുരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹനരുടെ സഹോദരൻ രാജീവര് വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസിലെ പ്രതിയാണ്. പ്രതിഷ്ഠാമൂർത്തിയുടെ പിതൃസ്ഥാനം തന്ത്രിക്കാണ് എന്നതാണ് അവകാശവാദം. അങ്ങനെയെങ്കിൽ പുത്രഹത്യയ്ക്ക് കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്പേര് കൂടി രാജീവരർക്ക് ലഭിക്കും. ഇതിന് എന്ത് പരിഹാരമാണുള്ളത്? മോഹനര് ജയിലിൽ കിടന്നപ്പോൾ തന്റെ മകൻ മഹേശ്വരരെ തന്ത്രിയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഉടമകളാണ് തന്ത്രികളെ നിയമിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഉടമകൾ. അവർ അത് അംഗീകരിച്ചു. മോഹനരുടെ മകൻ മഹേശ്വരര് തന്ത്രിയായി. രാജീവരര് സ്വർണ്ണക്കൊള്ള നടത്തിയതിന് ജയിലിൽ കിടക്കുകയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തരരെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നു. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേത്? ക്ഷേത്രതന്ത്രിമാരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ ക്ഷേത്ര ഉടമകൾക്ക് അവകാശമുണ്ടോ? ഇക്കാര്യം കേരള ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് 2025 വിധി പറഞ്ഞു. തന്ത്രി സമാജം കൊടുത്ത കേസിലായിരുന്നു വിധി. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ തന്ത്രിക്കുള്ള അധികാരം കോടതി അംഗീകരിച്ചു. എന്നാൽ ഭരണഘടനയ്ക്കും നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ച് തന്ത്രികളെ മാറ്റാൻ ഉടമകൾക്ക് അധികാരമുണ്ടെന്നും കോടതി വിധിച്ചു. കർണാടക ഹൈക്കോടതി 2025 പരമ്പരാഗത തന്ത്രി കുടുംബത്തിലെ നിയമപ്രകാരം അർഹതയുള്ള അംഗം മാത്രമേ തന്ത്രിയാകാൻ പാടുള്ളൂ എന്നും വിധിച്ചു. തന്ത്രവിദ്യയിലും തന്ത്രവിധിയിലും പ്രാവീണ്യവും പരിശീലനവും നേടിയ വ്യക്തിയായിരിക്കണം തന്ത്രിയെന്നും വിധിയിൽ വിശദീകരിച്ചു. തന്ത്രിസ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന വ്യക്തി തന്ത്രവിദ്യ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിരിക്കണമെന്ന് സാരം. ഗായത്രി മന്ത്രം പോലും അറിയാത്തവരും ഗണപതി ഹോമത്തിന് ഉപയുക്തമാക്കുന്ന മന്ത്രങ്ങൾ നിശ്ചയമില്ലാത്തവരും ശബരിമല തന്ത്രിയായിട്ടുണ്ട് എന്ന് ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ജസ്റ്റിസ് പരിപൂർണൻ എഴുതിയ കാര്യവും ഓർക്കുക. ശബരിമല തന്ത്രിമാർക്ക് തന്ത്രവിദ്യയിൽ വിജ്ഞാനവും പരിശീലനവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തന്ത്രികളുടെ നിയമനാധികാരിയായ ദേവസ്വം ബോർഡിനുണ്ട്. തന്ത്രികളെ നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ തന്ത്രികളെ നീക്കാനും നിയമനാധികാരിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്ത്രി കുടുംബം എന്ത് തീവെട്ടിക്കൊള്ള ചെയ്താലും അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാടില്ല എന്ന വാദം യുക്തിസഹമല്ല എന്ന് മാത്രമല്ല, അതിന് നിയമസാധുതയുമില്ല. ആയതിനാൽ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കണം. ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കാനുള്ള ഒരു ബാധ്യതയും ദേവസ്വം ബോർഡിനില്ല. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ. ഇതിനോടൊപ്പം അദ്ദേഹം തന്ത്രിയുടെയും മകന്റെയും ചിത്രങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ആചാരലംഘനവും മോഷണവും നടത്തിയ വ്യക്തിക്ക് എങ്ങനെയാണ് അവരുടെ
മകന് ആ പദവി കൈമാറുക, ഈ സമൂഹത്തിൽ ഒരിടത്തും നിലനിൽക്കാത്ത, ഒരിടത്തും നടത്താത്ത ഒരു പതിവ് ക്ഷേത്രങ്ങൾക്കകത്ത് തന്ത്രിമാർക്ക് മാത്രം അനുവദിച്ചു കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ എല്ലാവരും തുല്യരായിട്ടുള്ള പൗരന്മാരാണ്. ആ പൗരന്മാർക്ക് ഈ നാട്ടിൽ പ്രത്യേകം നിയമങ്ങൾ അലിഖിതമായി നടപ്പാക്കുന്ന രീതി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.